ഈ പാവം രാജകുമാരൻ, ശുഭയാത്ര അങ്ങനെയുള്ള പടങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പോപ്പുലറായ പാട്ടുകൾ ഉണ്ടാക്കിയൊരു സിനിമയായിരുന്നു ഈ പുഴയും കടന്ന്, അല്ലേ? എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു, സിനിമ അതുപോലെ ഹിറ്റായിരുന്നു, അല്ലേ? പിന്നെ അതുവരെയുള്ള ജയറാം അങ്ങനെയുള്ള ആക്ടേഴ്സ് മാറിയിട്ട് പിന്നെ ദിലീപിൻ്റെ ഒരു എൻട്രി ആയിരുന്നു, അല്ലേ? ആ ഒരു കാലഘട്ടം വരുന്നു, ആ ഒരു തലമുറയുടെ സിനിമ വരുന്നു, പെട്ടെന്ന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു. അതേപോലെ വേറൊരു പ്രത്യേകത എന്നെ സംബന്ധിച്ചോളം ഉണ്ട് ആ പടത്തിൻ്റെ. ഗിരീഷ് പുത്തഞ്ചേരി ആദ്യമായിട്ട് എനിക്ക് പാട്ട് എഴുതിയത് പടത്തിന് വേണ്ടിയിട്ടാണ്. ജോൺസൺ മാഷും ഗിരീഷ് പുത്തഞ്ചേരി കൂടി ചെയ്തത്. അപ്പോൾ അതിന് തമാശ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരീഷ് എൻ്റെ അടുത്ത് അതിന് മുമ്പ് കാണുമ്പോൾ ഗിരീഷ് സിനിമയിൽ പാട്ട് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ബന്ധമുണ്ട് ഞാനും ഗിരീഷ് തമ്മിൽ. അപ്പോൾ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് പറയരുത്, എന്താ പറയുക, മലയാള സിനിമയിൽ എന്നെക്കൊണ്ട് പാട്ടെഴുതിക്കാത്ത രണ്ട് സംവിധായകരുള്ളൂ. ഒന്ന് ഭരതേട്ടനും ഒന്ന് കമലുമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റാണ്, ഭരതേട്ടൻ്റെ ഒപ്പമാണ് എൻ്റെ പേര്, അതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് തരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ കാലം അത് പറഞ്ഞാൽ അബദ്ധം എന്ന് പറഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ മാറ്റി കൊണ്ടുവരുന്നത്. അതുകൊണ്ടൊന്നല്ല കേട്ടോ, പക്ഷേ ചില കാര്യങ്ങൾ ഒത്തുവരിക എന്നുള്ളത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയാം കമൽ, എനിക്ക് തോന്നി ഇൻഡസ്ട്രിയിലെ ഒരു സംഗതിയാണ്, നമ്മൾ ക്രിയേറ്റിവിറ്റിൻ്റെ ഭാഗമല്ല. ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് കുറച്ചും കൂടെ ബന്ധങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നു സിനിമയിൽ. ശശികുമാർ സാറ്, മറ്റേ പാപ്പനംകോട് ലക്ഷ്മണൻ ചേട്ടൻ, നാസിർ സാറ്, അങ്ങനെ അതിപ്പോൾ പടത്തിൻ്റെ ഓടുന്നതും ഓടാത്തതും ആ ബന്ധങ്ങൾക്കൊരു ഇതായിരുന്നില്ല. ഇപ്പോൾ ഒരു മഴയ്ക്ക് കൂണ് മുളച്ചാൽ അതിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഏർപ്പാടില്ല. കുറച്ചും കൂടി ഒരു മനുഷ്യ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് ഉണ്ടായിരുന്നു. അത് കാലത്തിൻ്റെ ഒരു ഇതാണ്, ആ കാലത്തിൻ്റെ ഇതാണ്. പക്ഷെ അപ്പോൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് പിന്നീട് വരുമ്പോൾ പിന്നെ അതുമല്ല റെഗുലർ പ്രൊഡ്യൂസേഴ്സ് കുറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇതില്ലാണ്ടായി. കാലത്തിൻ്റെ ചേഞ്ചസ് തന്നെ. നമുക്ക് ഈ പുഴയും കടന്നിലേക്ക് തന്നെ വരാം. അപ്പോൾ ഗിരീഷുമായിട്ടൊക്കെ അത്തരം ഒരു ഇത് നടന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഗിരീഷിനെയും ശത്രുഘ്നൻ ചേട്ടനെയും കൂടെ വിളിക്കാം. ശത്രുഘ്നൻ ചേട്ടൻ അദ്ദേഹം ആദ്യമായിട്ടാണോ? ശത്രുഘ്നൻ ആദ്യമായിട്ട് എനിക്ക് ശത്രുഘ്നൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റുമാണ് ഈ പുഴയും കട. കഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശത്രുഘ്നൻ ചേട്ടൻ? അല്ല ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത് ആ സിനിമയ്ക്കാണ്. ആണല്ലേ? അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട്. അങ്ങനെ. അപ്പോൾ നമുക്ക് ക്ഷണിക്കാം സംഗീത സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തായ ശ്രീ ശത്രുഘ്നൻ, അതിൻ്റെ ഗാനരചയിതാവായ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സമാഗമം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം പരിപാടി കൊണ്ടുള്ള ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. ഇതല്ലെങ്കിൽ നമ്മളിങ്ങനൊരു സമയം കണ്ടെത്തുക അതൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനൊരു വേദി ഇവർ ഒരുക്കി തരുന്നതിനാണ് ഏറ്റവും അമൃത ടിവിയോട് നമ്മൾ നന്ദി പറയേണ്ടത്. ഞങ്ങൾ ഈ പുഴയും കടന്നെന്ന് പറയുന്ന സിനിമയുടെ വിഷയത്തിലേക്കാണ് വന്നത്. ഗിരീഷ് ആദ്യമായിട്ട് കമലിന് വേണ്ടി പാട്ട് എഴുതുന്ന സിനിമയാണ്, അല്ലേ? ശത്രുഘ്നൻ ചേട്ടൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്, ആദ്യത്തെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്. ഇതിലേക്ക് വന്ന് ചേരുന്നത് ഇതുമായിട്ട് കമലിൻ്റെ കൂടെ സിനിമയിലേക്ക്. കഥയിൽ നിന്നൊരു ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് സിനിമയിലേക്ക് വന്നത് കമലിൻ്റെ കൂടെയാണ്. മുമ്പ് കഥ ഇല്ല, ചെറുകഥകൾ ധാരാളം. ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ എങ്ങനെ ഉണ്ടായി ആ ഒരു പ്രോജക്റ്റ് ഈ പുഴയും കടന്ന് പറഞ്ഞ സിനിമ? എങ്ങനെ അത് ശരിക്കും പറയണമെങ്കിൽ ആ പ്രോജക്റ്റ് യാദൃശ്യമായിട്ടുണ്ടായതാണ്. ഞങ്ങൾ വേറൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു ആദ്യം, വേറെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കലാമണ്ഡലമൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അതന്ന് പെട്ടെന്ന് പ്രാക്ടിക്കലായില്ല, ഞങ്ങൾ നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയൊരു ത്രെഡ് ഇങ്ങനെ മനസ്സിൽ തോന്നി. ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഉണ്ണിയേട്ടൻ തന്നെ ഞാൻ വിളിക്കുന്നത് ശത്രുഘ്നാണെങ്കിലും. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിക്കുകയും യാദൃശ്യമായിട്ട് സംസാരിക്കുകയും വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് അത്ഭുതമാണ് ആ സിനിമ. ഞങ്ങളിങ്ങനെ കഥയുടെ ഒരു ത്രെഡ് ആദ്യം സംസാരിച്ചിട്ട് കൃത്യം 1 മാസം തേണ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു ഫുൾ സ്ക്രിപ്റ്റ്, പാട്ടുകൾ, കാസ്റ്റിംഗ്, ലൊക്കേഷൻ എല്ലാമായിട്ട് വന്നതാണ്. അത് ഒത്തുവരാമെന്ന് പറയാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സിനിമ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അത്ര പെട്ടെന്നും കൃത്യമായിട്ട് നടന്നൊരു സിനിമ. ഞങ്ങളുടെ പുരുഷന്മാരെ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾ സ്ഥലങ്ങൾ ഡെഫിനറ്റ്. അതായത് ഞങ്ങൾ ഇരുന്ന് ഒരു 5-6 ദിവസം കൊണ്ട് ഞങ്ങൾ ഏകദേശം കഥയുടെ ഫുൾ ഓർഡർ ആവുന്നു, സ്ക്രീൻ പ്ലേയുടെ ഓർഡർ ആവുന്നു. ഞാൻ ശത്രുഘ്നെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഏൽപ്പിച്ചിട്ട് എനിക്ക് 1 ആഴ്ച കൊണ്ട് എഴുതി തീർന്നില്ല, ഫുൾ എഴുതി തീർന്നു. അങ്ങനെ സ്ക്രിപ്റ്റുമായിട്ടാണ് ഞങ്ങൾ മദ്രാസിൽ വെച്ചിട്ടാണ് ഗിരീഷിനെ വിളിച്ച് ജോൺസൺ അവിടെ നിന്നിട്ട് ഒരു കുറുമ്പ് ഞാൻ കാണിച്ചിരുന്നു. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാനല്ലോ. പിന്നെ